ആയി. ഭയങ്കര പോസിറ്റീവാണോ നമ്മൾ പറയണ പോലെയല്ല. ഇതിപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഫിറ്റ്നസ് റിലേറ്റഡാണ് എൻ്റെ ഫീഡ് ഫുള്ള്. അപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷനൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഇരുന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം ഞാൻ ആദ്യം വേക്കിംഗ് അപ്പ് ഏർലി ആണ് ആദ്യം തീരുമാനിച്ച കാര്യം. പിന്നെ എൻ്റെ ഒരു വീക്കിലേക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ആ വീക്കിലേക്ക് വേണ്ട വർക്കൗട്ട് ഞാൻ നേരത്തെ പ്ലാൻഡ് ആയിരിക്കും. തൊട്ടടുത്ത ദിവസം എനിക്ക് ജിമ്മിലേക്ക് ഇടാനുള്ള എൻ്റെ ആക്റ്റീവ് വെയർ ഇൻക്ലൂഡിങ് സോക്സ് ഞാൻ പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എണീക്കുക, നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യുക, വെള്ളം എടുക്കുക, പോവുക, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ എനിക്കൊരു മോർണിംഗിലെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ തിരിച്ചെത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയൊരു പണിയാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ് പ്ലാൻ ചെയ്ത് വെച്ചത്. അതേപോലെ ഒരു വീക്കിലേക്കുള്ള മീൽസൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് അതിലേക്കുള്ള ഒരു മീൽ പ്രെപ്പ് കാര്യങ്ങളൊക്കെ വീക്കെൻഡ്സിൽ പറ്റുന്ന പോലെ ചെയ്യുക. എന്നാലും ഇടയ്ക്ക് വെനസ്ഡേ തേഴ്സ്ഡേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് നൈറ്റ് ചെയ്ത് വെക്കുക. എല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് എല്ലാത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. ബിക്കോസ് ഞാനും ഇതുപോലെ ഒരുപാട് യൂട്യൂബൊക്കെ നോക്കി, ഇവരിങ്ങനെയാണോ ചെയ്തിരുന്നത്, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന സ്റ്റിൽ ഇപ്പോഴും ചില വീഡിയോസ് കാണുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. സോ അപ്പം എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ നമുക്കും അച്ചീവബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി കുഞ്ഞി ഇനീഷ്യൽ സ്റ്റെപ്സ് എടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്. ഇതൊരു വീഡിയോ ആക്കി തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് എനിക്ക് കുറച്ച് പേരൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, പേഴ്സണൽ മെസ്സേജസ് ഒക്കെ അയച്ചു ചോദിച്ചു, നീ ഭയങ്കര അടിപൊളിയാണല്ലോ, ഇതെങ്ങനെ ചെയ്യണു, അങ്ങനെ ഇങ്ങനെയൊക്കെ. എല്ലാവർക്കും പറ്റുന്നൊരു കുഞ്ഞു കാര്യങ്ങളാട്ടോ. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു ബ്രേക്ക് ടൈമാണത്. ഈ ബ്രേക്ക് ടൈമിൽ ഞാൻ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ചൊരു വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പം ഒത്തിരി പ്ലാനിങ്സ്, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിരിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പം ഈ വീഡിയോ എൻ്റെ ഒരു പ്രയോറിറ്റി ആയതുകൊണ്ട് കിട്ടിയൊരു ടൈമിൽ പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോ എടുത്തിടുക കേട്ടോ. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഇതേപോലെ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ, സീ യു.